എല്ലാവർക്കും നമസ്കാരം. അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റെഡ്മി ഫോണുകളുടെ സ്പീക്കർ സൗണ്ട് കാലക്രമേണ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു പരാതി പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇത് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റായിട്ട് പലരും അവതരിപ്പിക്കാറുമുണ്ട്. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാം. അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് നമ്മുടെ റെഡ്മി ഫോൺ കയ്യിലെടുത്തതിൻ്റെ ബാക്ക് വശത്ത് ബോക്സ് സ്പീക്കർ എവിടെയാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ഭാഗം നോക്കുക. അതിൻ്റെ ഒരുപാട് ഹോൾസ് കാണാം. അവിടെ ഈ സ്പീക്കറിൽ നിന്നും സൗണ്ട് പുറത്തേക്ക് വരുന്ന ആ ഭാഗം പല കാരണങ്ങൾ കൊണ്ട് അടഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ പൊടിയും മറ്റുമൊക്കെ കയറി അടഞ്ഞു പോയിട്ടുണ്ടാവും. ആ അടഞ്ഞ ഭാഗം ക്ലീനാക്കി നോക്കുകയാണ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിന് ഫോൺ കയ്യിലെടുത്ത ശേഷം ചെറിയൊരു പിന്ന്, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ള പിന്ന് ഉണ്ടല്ലോ, സിമ്മിൻ്റെ സ്ലോട്ട്, അത് ഇതിന് ഷൂട്ടാവാൻ ചാൻസ് ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ സേഫ്റ്റി പിന്നോ ഇതുപോലുള്ള പിന്നുകളോ എടുത്ത് അതിൻ്റെ ഓരോ ഹോൾസും ക്ലീൻ ചെയ്യുക. നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം കമിഴ്ത്തി പിടിച്ച് ക്ലീൻ ചെയ്യണം. അതായത് ഈ ക്ലീൻ ആകുമ്പോൾ പോകുന്ന പൊടി പുറത്തേക്ക് പോകത്തക്ക വിധത്തിൽ പിടിച്ചിട്ട് വേണം ഈ ഫോണ് ക്ലീൻ ചെയ്യാൻ. അതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ചെയ്ത ശേഷം ചെറിയൊരു ബ്രഷോ മറ്റോ എടുത്ത് ഈ അതിൻ്റെ അരികുകളിൽ ആയിട്ട് ഈ ക്ലീൻ ചെയ്ത സമയത്തുള്ള പൊടിയൊക്കെ തുടച്ച് കളയുക. അതിന് ശേഷം നിങ്ങൾ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് പഴയ പോലെ പാട്ടും മറ്റ് വീഡിയോകളൊക്കെ പ്ലേ ചെയ്യുമ്പോൾ പണ്ടത്തെ ആ ഒരു സൗണ്ട് നിങ്ങളുടെ ഫോണിന് തിരികെ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ഇത് പരീക്ഷിച്ചിട്ട് വിജയിച്ച കാര്യമാണ്. എൻ്റെ ഫോൺ റെഡ്മി 3S പ്രൈമാണ്. അതിന് സൗണ്ട് പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് അത് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എൻ്റെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളും നിങ്ങളുടെ ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കൾക്ക് ഈ വിവരം ഷെയർ ചെയ്യുക. വെറുതെ സർവീസ് സെൻ്ററുകളും മറ്റും കൊണ്ടുപോയി അനാവശ്യമായി പൈസ ചിലവാക്കുന്നതിൽ നിന്നും ഇതുവഴി രക്ഷപ്പെടാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി.